അപ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണ് അതിൻ്റെ അഫിലിയേഷൻസ്. അതിൽ തന്നെ നമ്മളൊരു മിനിമം ഒരു നാക് എ ഗ്രേഡിങ്ങുള്ള കോളേജസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സ്, അത് ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കാണ്ട് നമ്മൾ സീനിയേഴ്സിൻ്റെ ചോദിക്കുക, അലുമിനീസിൻ്റെ ചോദിക്കുക. അപ്പോൾ അതിന് കണക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, ലിങ്ക്ഡിനിലൊക്കെ കയറി വെച്ചാൽ നമുക്കറിയാം പഠിച്ച സ്ഥലങ്ങളും കാര്യങ്ങളും. സോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ പിന്നെ പറയുമ്പോൾ നമ്മൾ ആർട്സോ സ്പോർട്സൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. ലൈക്ക് കോളേജ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് സ്റ്റഡീസ്. സോ നമുക്ക് പറ്റിയ സ്പോർട്സോ അല്ലെങ്കിൽ ആർട്സോ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇവൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെടുക്കുന്ന കോഴ്സിനനുസരിച്ചിട്ടുള്ള ലാബ് ഫെസിലിറ്റീസ്, ഇപ്പോൾ മെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോളേജാണോ ശ്രദ്ധിക്കുക. അതുപോലെ ഇൻഡസ്ട്രിയൽ ടൈപ്സ്, ഇപ്പോൾ പല ഇതിലും നമുക്ക് ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരും. അതുപോലെ സ്റ്റുഡൻറ്റ് റിവ്യൂസ് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യില്ല, കാരണം എത്ര നല്ല കോളേജാണെങ്കിലും സ്റ്റുഡൻസ് നെഗറ്റീവേ പറയുള്ളൂ. ഓക്കെ.